ഇത് പ്രദീപന്, ഇത് ജോസഫിന്, ഇത് ഹമീദിന്. താൻ കണ്ടില്ലടോ, അവളവിടെ കിടന്ന് തുള്ളുന്നു. ആ സ്വാമിയോട് പറഞ്ഞ 314 ഹിയറിംഗ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെക്കാൻ. അല്ലെങ്കിൽ താൻ എങ്ങനെ അറിയാനോ എന്റെ വിഷമം? ആ രാജാമണി കേസിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഹാജരാവേണ്ടത് നാളെയാണ്. അതൊന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കണം. ശരി, ഇത്തവണ എന്താ ബാധിച്ച് തോറ്റല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ ഭാവം? കോർട്ടിലേക്ക് പോക്കോ. താൻ എന്തിനോട് ഇങ്ങനെ കിടന്ന് പടയുന്നത്? ഹയർ കോർട്ടിലേക്കുള്ള പേപ്പേഴ്സ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. 5 പേപ്പേഴ്സ് കാലം കുറെ ആയാലൂടെ താനിത് തുടങ്ങിയിട്ട്. സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, ആളില്ല ബെഞ്ച്, കുടുംബ കോടതിയൊക്കെ ആയിട്ട്. തനിക്കറിയില്ലേ, വെറും സരിഗമപ്പ പാട് നടന്നവളെ ഞാനായി നിലയിലാക്കിയത്. എന്നിട്ട് അവളെ എന്നെ അടിച്ചിറക്കിയിരിക്കുന്നു. ഇപ്പൊ പച്ച കള്ളം പറഞ്ഞ് നടക്കുക, ഞാൻ അവിടെ മുഖത്ത് ചവിട്ടിട്ടാ ഇറങ്ങിപ്പോന്നു. ഹലോ, ഞാൻ പറഞ്ഞു കേൾക്കാൻ എനിക്ക് സമയമില്ല. അയ്യോ വേണ്ട, ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറച്ചിട്ടുണ്ട്. തനിക്കൊരു കാര്യം ചെയ്യാവോ? മൊയ്തീനെ, എന്തോ? അയ്യോ മൊയ്തീനെ. എടോ വക്കീലെ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണോ? എന്തോ മൊയ്തീനെ, എന്തോ ഇവൻ എവിടെ പോയി? എടോ മൊയ്തീനെ, എന്തോ? എടാ, കത്തിക്കുത്ത് കേസിലെ സാക്ഷി മുങ്ങിയെന്ന്. കടലിലെ പുഴയിലോ? കടലിലാണെങ്കിൽ വിഷമിക്കണ്ട, 3-ാം ദിവസം കരക്കെടുത്തോളും. അതും മുങ്ങിയതിന്റെ 30 അടി അപ്പുറത്ത്. പുഴയിലാണെങ്കിൽ അതല്ല, കാണാനില്ലെന്ന്. ഇന്നാണ് വിസ്താരം മൊയ്തീനെ, ഇന്നാണ് വിസ്താരം. അതൊരു പ്രശ്നമാക്കണ്ടേ? പ്രതിയുടെ അമ്മായിപ്പം മരിച്ചു എന്ന് പറഞ്ഞു വക്കീൽ സാർ കേസ് ഒരാഴ്ചക്ക് നീട്ടിവെക്കി. ഇതിനിടയിൽ സാക്ഷിയെ തപ്പിയെടുത്തോണ്ട് വന്ന കാര്യം ഞാൻ ഏറ്റു. ഈ ദുനിയാവിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരാം. അതിന് അവന്റെ അമ്മായിപ്പ മരിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു മരിച്ചിട്ടില്ലെന്ന്? മരിച്ചിട്ട് 5-6 കൊല്ലങ്ങളായി. മൊയ്തീനെ, എന്റെ ആർക്ക് സാറേ, സാറിന്റെ കേസിനും വേണോ സാക്ഷികള്? ഞാൻ കൊണ്ടുതരാം. നല്ല മണി പോലുള്ള സാക്ഷികൾ, തത്ത പറയും പോലെ പറയും. പാട്ട് പാടാൻ കഴിവുള്ള ആരെങ്കിലും എനിക്കറിയാവോ? എന്റെ മൂത്താപ്പ നന്നായി പാടും, പക്ഷെ അത് വേണ്ട. അതിന്റെ ശീശ അടിഞ്ഞ് ചേരാറായി. തന്നെയല്ല, കണ്ണിനും കാഴ്ച കുറവാ. സഹായത്തിന് എപ്പോഴും ഒരാൾ കൂടെ വേണം. എന്നാലും പാട്ടിനൊരു കുറവൊന്നുമില്ല. അല്പം തരികിടയൊക്കെ വശമുള്ളൊരു പാട്ടുകാരനാണ് എനിക്ക് വേണ്ടത്. അതിനെന്തിനാ അത്ര ദൂരം തപ്പി പോണേ? ഈ ഞാൻ തന്നെ നല്ലൊരു ഗായകനല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ച ശാസ്ത്രീയ സംഗീതമാ. ശാസ്ത്രീയ സംഗീതം. ഇതല്ല, ഇതിനേക്കാൾ നല്ലൊരു ഗായകന് ഏരിയ കിട്ടില്ല. എന്താ എന്റെ ഉദ്ദേശം? മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക, അവിടെ അഹങ്കാരം അടക്കുക. എടോ വക്കീലെ, കഴിഞ്ഞ 10-15 വർഷമായിട്ട് പത്രങ്ങൾക്കും വിഷ്വൽ മീഡിയകൾക്കും വേണ്ടി സെന്റിമെന്റൽ നുണകൾ ഉണ്ടാക്കി നടന്ന കാലത്തൊക്കെ ഈ ഒരു വിങ്ങലായിരുന്നു മനസ്സിൽ. വീടില്ല ഞാൻ, ഒരു മകളെങ്കിലും എനിക്ക് വേണം. താൻ നോക്കിയിട്ടൊന്നും നടന്നില്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല തന്റെ നിയമത്തിന്. കുഴപ്പത്തിലേക്ക് ആർക്ക് സാറിന് നീക്കം? ഒരു കുഴപ്പമില്ല. അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാനങ്ങ് തയ്ച്ചു. പാട്ടുകാരനാണുണ്ട്, അത് പറ. അന്വേഷിക്കണം. കള്ളസാക്ഷി പറയാൻ ആളെ പിടിക്കുന്ന പോലെ അത്ര ഈസി അല്ലത്. എന്നാ അന്വേഷിക്കണം വേഗം. ഒരുത്തനുണ്ട്, ഒരു ചാർലി. പക്ഷെ എപ്പോഴാ മുങ്ങ എപ്പോഴാ പൊങ്ങാന്ന് പറയാൻ പറ്റില്ല. നീ ഇങ്ങനെ ദയ കാട്ടിട്ട് ആ ചാർലി കാശും തരാതെ മുങ്ങി നടക്കുന്നത്? കഴിഞ്ഞ ആഴ്ച തരാമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ എന്താ നീ പിടിച്ചിട്ട് വാങ്ങിയില്ല? അതിനെന്തിനാ എന്റെ മെക്കിട്ട് കയറുന്നത്? ആ ചാർലി കൂടി വരണ്ടേ? ഇനിയിപ്പോ എവിടെ പോയി തരാനാ അവനെ? അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ? ഓ, അതിന് അവൻ എവിടെയാ ബന്ധുക്കള്? ആ കണ്ണുപൊട്ടി പെണ്ണ് 4 പിള്ളേരും അല്ലാതെ. ദൂരെ എവിടെയോ ആരോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ 2 പൊട്ടിച്ചാലേ കാര്യം നടക്കൂ. അവനെയോ അവന്റെ ശിങ്കടികളെയോ ബന്ധുക്കളെയോ ആരെങ്കിലും ഒന്ന് ചവിട്ടിയാലേ സാറേ, ഇവിടെ ചവിട്ടിയാലേ അവിടെ നിൽക്കുള്ളൂ. എത്രയായി? ആ ചാർലി തരാനുള്ള കാശ് കിട്ടിയോ? എവിടെ? ഒരു ദിവസം അവനെന്റെ കൈ കിട്ടും. താനിങ്ങനെ എല്ലായിടത്തും നിന്ന് ക്രോസ് സുസാരം നടത്തിയാലേ ചാർലി എവിടാന്ന് ആരും പറഞ്ഞു തരത്തില്ല. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? എടോ, അടുത്ത ബന്ധുവാണെന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കണം. സാറ് പറഞ്ഞത് അതിന്റെ ശരി. ഞാനൊന്ന് നോക്കട്ടെ. ഇത്തവണ മൊയ്തിന് കിട്ടിയിരിക്കും. നമസ്കാരം. ഈ ചാർലി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വരാറുണ്ടോ? നിങ്ങൾ എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെന്നാ. ചാർലിയുടെ ആരാ? ഒരു ബന്ധുവാ. സ്വന്തത്തിലുള്ള ബന്ധു, ബന്ധത്തിലുള്ള ബന്ധു, ക്ലോസ് ബന്ധുവാ. നിന്നെയാണോ ഞങ്ങൾ തെരഞ്ഞു നടക്കുന്നത്? എടുക്കണ കാശ്. കുറെ കാലായാലും നീ മായം തിരിഞ്ഞ് നടക്കുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ കാശ് കൊണ്ടുവന്നതല്ല, അവൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ. കള്ളം പറഞ്ഞോടാ. നിനക്കറിയടാ ചാർലി എവിടെയാണെന്ന്? ചാർലി എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലേ.